വത്തിക്കാൻ ചതുരം വളരെ പ്രത്യേകമായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ്. ഇരു കൈകളും നീട്ടി ഏവരെയും സ്വാഗതം ചെയ്യുന്ന സഭാമാതാവിന്റെ പ്രതീകമായിട്ടാണ് ഈ വത്തിക്കാനിലെ ചത്തുരം നിർമ്മിച്ചിട്ടുള്ളത്. അത് കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങയോടും കൂടെ എന്നുള്ള പ്രാർത്ഥന, ആശംസാ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നത്. സുവിശേഷ ഗ്രന്ഥം സുവിശേഷ ഗ്രന്ഥം ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ധൂപം ഒരു പ്രാർത്ഥനയുടെ അടയാളമാണ്. അത് തീക്കനലിനകത്ത് കുന്തുരിക്കം പുകച്ചാണ് ധൂപം, പരിശുദ്ധ ദിവ്യബലി സമയത്തുള്ള ധൂപം ഉപയോഗിക്കുന്നത്. Tuscis qui amo te, dici tei, pasce agnos meo. പെസഹ കാലം, ഈസ്റ്റർ കാലഘട്ടമാണ് ആരാധനാക്രമത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്നത്തെ സുവിശേഷം ക്രിസ്തു ഉദ്ധാനം ചെയ്ത ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ആ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് വായിച്ചു കേൾക്കുന്നത്. അതിനുശേഷം ശിമയോൻ പത്രോസിനോട് ചോദിക്കുന്ന ഒരു 3 ചോദ്യമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നു? അതിന് കർത്താവിനോട് പത്രോസ് മറുപടി പറയും, ഞാൻ സ്നേഹിക്കുന്നു കർത്താവെ. 2-ാം പ്രാവശ്യം ഇത് തന്നെ യേശു പത്രോസിനോട് ചോദിക്കുന്നു. 3-ാം പ്രാവശ്യവും പത്രോസിനോട് ചോദിക്കുമ്പോൾ വിശുദ്ധ പത്രോസിന് സംശയമുണ്ടാവുകയും എന്നെ അങ്ങേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് മറുപടി പറയുന്ന ആ ഒരു സുവിശേഷ ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരെയാണ് നാം നേരത്തെ കണ്ടത്. ഇത് വത്തിക്കാൻ ഗായക സംഘത്തിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. വത്തിക്കാൻ ഗായക സംഘത്തില് പങ്കെടുക്കുന്നവര് വത്തിക്കാൻ അവരുടെ പ്രത്യേക വസ്ത്രധാരണ രീതി, വത്തിക്കാൻ ബസിലിക്കയുടെ മുഖവാരം ഏകദേശം 120 വർഷങ്ങൾ കൊണ്ടാണ് ഈ ബസിലിക്ക ദേവാലയം പണി കഴിച്ചത്. Educet quonum vis, o cautem dixit, significans qua morte clarificatur. ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന വൈദികര്, സഹകാർമ്മികരായി പ്രാർത്ഥിക്കുന്ന വൈദികര് ഈ ദിവ്യബലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകമാണ് നേരത്തെ എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കർദിനാൾമാരാണ് ഈ ചുവന്ന തൊപ്പി വെച്ച് നിൽക്കുന്ന എല്ലാവരും തന്നെ. അതിന് സ്കൾ ക്യാപ്പ് എന്ന് പറയും. ഈ പട്ടം കൊടുക്കുമ്പോൾ തലയിൽ മുടി ഷേവ് ചെയ്ത് മാറ്റുമായിരുന്നു. അതിനുശേഷം അവിടെ തിരുപ്പട്ടത്തിന്റെ ആലേപനം നടത്തുകയും ഇത്തരത്തിലുള്ള തൊപ്പി അണിയിക്കുകയും, അത് പുരോഹിതർക്കുണ്ടായിരുന്നു, മെത്രാന്മാർക്കുണ്ടായിരുന്നു, കർദിനാൾമാർക്കുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ സ്കൾ ക്യാപ്പ് ധരിക്കുന്ന, അല്ലെങ്കിൽ സ്കളിന് മുകളിൽ ധരിക്കുന്ന ക്യാപ്പ് ധരിക്കുന്ന ഒരു രീതി ഉണ്ടായത്. അത് യഹൂദ പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കത്തോലിക്ക ക്രൈസ്തവ പാരമ്പര്യത്തില് മെത്രാന്മാരും കർദിനാൾമാരുമാണ് സാധാരണ ഈ സ്കൾ ക്യാപ്പ് ധരിക്കുന്നത്. കർദിനാൾമാരുടെ സ്കൾ ക്യാപ്പ് ചുവന്ന നിറത്തിലുള്ളതും മെത്രാന്മാരുടേത് വയലറ്റ് നിറത്തിലുള്ളതാണ് ലത്തീൻ സഭയിലേത്. സുവിശേഷം ഡീക്കൻ വായിച്ചതുകൊണ്ട് ആ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായിട്ട് പ്രധാന കാർമ്മികന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പ്രധാന കാർമ്മികൻ അത് ദിവ്യബലിയിലെ പ്രസംഗം, സുവിശേഷ സന്ദേശം ജോവാനി ബത്തിസ്ത റേ, കർദിനാൾ തിരുസംഘത്തിന്റെ ഡീനായിട്ടുള്ള 91 വയസ്സുകാരനായ ജോവാനി ബത്തിസ്ത റേ ഇറ്റലിക്കാരനാണ്. അദ്ദേഹം വളരെ നാള് ഡിക്കാസ്ട്രി ഫോർ ദ ബിഷപ്സ്,
മെത്രാന്മാരെ തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് വത്തിക്കാൻ കാര്യാലയത്തിലുണ്ട്. വത്തിക്കാന്റെ ഭരണക്രമം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ഭരണക്രമമാണ്. പല ലോകരാഷ്ട്രങ്ങളും ഈ വത്തിക്കാന്റെ ഭരണക്രമമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്, പല രാഷ്ട്രങ്ങളും തന്നെ രൂപപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ മെത്രാന്മാരെ നിയമിക്കുന്നതിൽ തന്നെ ഒരു പ്രത്യേക വകുപ്പുണ്ട്. ആ വകുപ്പിന്റെ തലവനായിട്ട്, ഡിക്കാസ്ട്രി ഫോർ ബിഷപ്സിന്റെ തലവനായിട്ട് ഏറെ നാള് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ജോവാനി ബത്തിസ്ത റേ. അദ്ദേഹത്തിന് 91 വയസ്സുണ്ട്. ഇറ്റലിയിലെ ബ്രേഷ്യയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നു അദ്ദേഹം, നോർത്തേൺ പാർട്ടില്. ഉത്തര ഇറ്റലിയിൽ നിന്നാണ് അദ്ദേഹം വത്തിക്കാൻ കാര്യാലയത്തിന്റെ ഭരണ സംവിധാനം നിർവഹിക്കാനായിട്ട് എത്തുകയും പിന്നീട് ഡീനായിട്ട്, കർദിനാൾമാരുടെ തലവനായിട്ട് 252 കർദിനാൾമാരാണ് നമുക്ക് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഉള്ളത്. അതിൽ 135 പേർക്ക് വോട്ടവകാശമുണ്ട്. വോട്ടവകാശം എന്ന് പറയുന്നത് കോൺക്ലേവിൽ പങ്കെടുത്ത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള വോട്ടവകാശം. അത് 80 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 80 വയസ്സിനുള്ള മുകളിലുള്ളവർക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാമെങ്കിലും കോൺക്ലേവില്, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വോട്ടവകാശമില്ല. ഭാരതത്തിൽ നിന്ന് നമുക്ക് കർദിനാൾ ബെസിലിയസ് മാർ ക്ലീമിസിന് വോട്ടവകാശമുണ്ട്. ഗോവയുടെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോയ്ക്ക് വോട്ടവകാശമുണ്ട്. അതുപോലെ ഹൈദരാബാദിന്റെ ആർച്ച് ബിഷപ്പായ കർദിനാൾ ആന്റണി പൂലായ്ക്ക് വോട്ടവകാശമുള്ള കർദിനാളാണ്. പിന്നെ വത്തിക്കാൻ കാര്യാലയത്തിൽ സേവനം ചെയ്യുന്ന സീറോ മലബാർ സഭ അംഗമായ കർദിനാൾ ജോർജ് കൂവക്കാട്ടിനും വോട്ടവകാശമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കോൺക്ലേവ് നടക്കുമ്പോൾ 4 പേർക്കായിരിക്കും ഭാരതത്തിൽ നിന്ന് വോട്ടവകാശമുള്ള കർദിനാൾമാര് കോൺക്ലേവിൽ പങ്കെടുക്കുക. Per salutare dalla Papa Mobile scoperta tutta la grande folla convenuta qui per la messa pasquale. Con la nostra preghiera vogliamo ora affidare l'anima dell'amato pontefice a Dio, ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രസംഗം ജോവാനി ബത്തിസ്ത റേ നടത്തുക. ഈസ്റ്റർ ദിനങ്ങളിൽ നമ്മളെല്ലാവരും പരിശുദ്ധ പിതാവിനെ കണ്ടു. ഇപ്പോൾ നമ്മൾ പരിശുദ്ധ പിതാവിന് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വിട ചൊല്ലുന്നു. പെസഹ കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്താണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വിട ചൊല്ലുന്നു എന്ന വാക്കുകളാണ് ഇറ്റാലിയൻ ഭാഷയിൽ ജോവാനി ബത്തിസ്ത റേ ഇപ്പോൾ പറഞ്ഞത്.